Edmund Wilson's Marxism and Literature, paragraph-wise explanation it continues from paragraph 1. Marx and Engels conceived the form of human society in any given country and epoch as growing out of the methods of production prevailed at that place and time. അവിടെ ഡയലക്റ്റിക് മെറ്റീരിയലിസത്തിൻ്റെ കാര്യം വരെ പറഞ്ഞു നിർത്തി. Then we go to Marx and Engels. How did they conceive the form of human society? Every time they try to conceive it in connection with the growing methods, അതായത് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴും അവരത് കണക്ട് ചെയ്തിട്ടാണ് പ്രിവെയിൽഡ് അറ്റ് ദാറ്റ് ടൈം ആൻഡ് പ്ലേസ്. അതത് സൊസൈറ്റിയിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ പ്രിവെയിൽ ചെയ്യുന്ന ഒരു മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അത് ഒരു കാലത്തത് ക്യാപിറ്റലിസം ആയിരുന്നു, ഒരു കാലത്ത് അത് സെർഫ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഓരോ കാര്യവും ആശ്രയിച്ചിരിക്കും ആ ഹ്യൂമൻ സൊസൈറ്റി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എപ്പോഴും പ്രൊഡക്ഷൻ, ആ റിലേഷൻഷിപ്പ്, പ്രൊഡക്ഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും ഔട്ട് ഓഫ് ദാറ്റ് ദേ കുഡ് നെവർ പ്ലേസ് ദ സോഷ്യൽ ഹിസ്റ്ററി ഓർ social situations out of the context of production and distribution. മെറ്റീരിയലിസ്റ്റ് ഫിലോസഫി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഔട്ട് ഓഫ് ദി റിലേഷൻസ് ഇൻവോൾവ് ഇൻ ദി സോഷ്യൽ ഫോം എറോസ് സൂപ്പർ സ്ട്രക്ചർ ഓഫ് ഹയർ ആക്ടിവിറ്റീസ്. പിന്നെ പറയുന്നത് ഇങ്ങനെയുള്ള ഈ റിലേഷൻസിൽ നിന്ന് സൂപ്പർ സ്ട്രക്ചർ എന്നുള്ള ഹയർ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾക്കറിയാം. അതായത് ബേസ് കഴിഞ്ഞിട്ട് സൂപ്പർ സ്ട്രക്ചറിലേക്ക് വരുന്നത്. ആ സൂപ്പർ സ്ട്രക്ചർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് പോളിറ്റിക്സ്, ലോ, റിലീജിയൻ, ഫിലോസഫി, ലിറ്ററേച്ചർ, ആർട്ട്, ഇതെല്ലാം കംപ്രൈസ് ചെയ്യുന്നതാണ് സൂപ്പർ സ്ട്രക്ചർ. പക്ഷേങ്കിൽ ദീസ് ആക്ടിവിറ്റീസ് നോട്ട് ഹോളി എക്സ്പ്ലിക്കബിൾ ഇൻ ടേംസ് ഓഫ് എക്കണോമിക്സ്. പക്ഷെ ഒരിക്കലും ഈ ആക്ടിവിറ്റീസിനെ എപ്പോഴും നമ്മൾക്ക് ഫൈനാൻഷ്യൽ ഗ്രൗണ്ട്സിൽ, അതായത് എക്കണോമിക്സിൻ്റെ ടേംസിൽ കേർട്ടെയിൽ ചെയ്യാനും ആ രീതിയിൽ മാത്രം, അതിൻ്റെ ബേസിസിൽ മാത്രം സംസാരിക്കാനും പറ്റൂല. സോ എന്താണ് അതിലൊരു ഡിഫറൻസ് വരിക എന്നാൽ ദേ ഷോഡ് ദി മോൾഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ദ സോഷ്യൽ കോൺഫിഗറേഷൻ ബിലോ ദം. അതായത് എപ്പോഴും ഈ ഒരു ഇക്കണോമിക്സിൻ്റെ ഒരു ആ കണക്ഷൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനല്ല. പക്ഷെ എന്താണ് ഇതിലിപ്പോൾ പറയുന്നത്, അതായത് ആഫ്റ്റർ ദിസ് വാട്ട് ഹാപ്പൻസ്, ഈ സൂപ്പർ സ്ട്രക്ചറിന് ശേഷം ഇവരെന്താണ് പറയുന്നത്, ബട്ട് ഈച്ച് വാസ് വർക്കിംഗ് ടു ഗെറ്റ് അവേ ഫ്രം ഇറ്റ്സ് റൂട്ട്സ് ഇൻ ദ സോഷ്യൽ ക്ലാസ്സസ് ആൻഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ പ്രൊഫഷണൽ ഗ്രൂപ്പ് വിത്ത് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് വാല്യൂ ആൻഡ് ഇറ്റ്സ് ഓൺ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ സൂപ്പർ സ്ട്രക്ചർ, അതായത് ഒരു സൊസൈറ്റിയിലെ എക്കണോമിക് ആസ്പെക്ട്സിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും വിഡ്രോയലില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് കംപ്ലീറ്റ് ഇറേഷർ ഒരു എക്കണോമിക് ഗ്രൗണ്ട്സ് നമുക്ക് പറ്റൂല. അതായത് വിച്ച് എവർ സൊസൈറ്റി ഇറ്റ് മേ ബി, വിച്ച് എവർ ഇൻഡിവിജ്വൽ ഇറ്റ് മേ ബി, ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്, അതിൽ ഈ സോഷ്യൽ എക്കണോമിക് ടേംസ് നമുക്ക് കംപ്ലീറ്റ്ലി മാറി നിൽക്കാൻ പറ്റില്ല. ബട്ട് വൺസ് യു ആർ എഡ്യൂക്കേറ്റഡ്, വൺസ് യു എക്സൽ ഇൻ ദ ഏരിയ ഓഫ് ആർട്ട്, ഫിലോസഫി, ലിറ്ററേച്ചർ, റിലീജിയൻ, ഇങ്ങനെ ഹയർ പ്ലെയിൻസിലേക്ക് പോകുമ്പോൾ എപ്പോഴായാലും ഒരു ടെൻഡൻസി ഓഫ് ദീസ് പീപ്പിൾ ടു ഗെറ്റ് അവേ ഫ്രം ഇറ്റ്സ് റൂട്ട്സ് ഇൻ ദ സോഷ്യൽ ക്ലാസ്സസ്. അതായത് അവർക്ക് എപ്പോഴും ഈ ബേസ്, എപ്പോഴും ഓൾവേസ് ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ഓൾ ദീസ് ബേസിക് ആയിട്ടുള്ളതല്ല. എപ്പോഴും ദേ മേ ബി ഹാവിങ് എ ടെൻഡൻസി ടു കോൺസെൻട്രേറ്റ് അപ്പോൺ ദിയർ ന്യൂ പ്രൊഫഷണലിസം ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ലേണിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു തരം ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് വാല്യൂസ് ആൻഡ് ഇറ്റ്സ് ഓൺ ഡിസിപ്ലിൻ, എപ്പോഴും അവരുടേതായ ഒരു വാല്യൂസ് കീപ്പ് ചെയ്യാൻ തോന്നും. സോ വിച്ച് കട്ട് അക്രോസ് ക്ലാസ് ലൈൻസ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ക്ലാസ് ലൈൻസിൽ നിന്ന് മാറിക്കൊണ്ട് തങ്ങളുടേതായ പ്രൊഫഷണലിസം ബിൽഡ് ചെയ്യാൻ അവർ ശ്രമിക്കും. അല്ലാതെ ഓൾവേസ് ദേ വിൽ നോട്ട് ബി കൺസേൺഡ് ഓർ ഇൻ എ വേ ടോക്കിംഗ് അബൌട്ട് ദി ബേസിക് ലൈഫ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഓൾ. പക്ഷേ എന്നാലും ഓൾ റിയാക്ട് അപ്പോൺ വൺ അനദർ അപ്പോൺ ദി എക്കണോമിക് ബേസ്. പക്ഷേ എവിടെയായാലും ദീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൾ റിയാക്ട് അപ്പോൺ വൺ അനദർ ആൻഡ് അപ്പോൺ എക്കണോമിക് ബേസ്. എപ്പോഴും ഒരിക്കലും പക്ഷേ കംപ്ലീറ്റ്ലി ഇവരുടെ എക്കണോമിക് ബേസിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകാം. സ്വയം ഇൻഡിപെൻഡൻ്റ് ആവാൻ ഓരോ സാംസ്കാരിക, പൊളിറ്റിക്കൽ മേഖലകളിലുള്ള എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്താണ്, വെറും എക്കണോമിക് മാറ്റേഴ്സ് കണക്ട് ചെയ്ത് മാത്രം അതിലൊതുക്കിയോ ഇവരെ തളച്ചിടാൻ പറ്റില്ല. ബിക്കോസ് ഓൾവേസ് ദേ ആർ ഓൾറെഡി ഇൻ്റലക്ച്വൽ, ദേ ആർ പീപ്പിൾ വിത്ത് ഹൈ സ്കിൽസ്, ഹൈ
ഹയസ്റ്റ് സ്കിൽസ് ഓർ ദേ ആർ ഓഫ് എ ഡെവലപ്പിംഗ് കൈൻഡ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ഈ ഡിസിപ്ലിൻസ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. നമുക്ക് ഒരിക്കലും അവരുടെ എക്കണോമിക്സ്, ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ ഹു ഈസ് നോട്ട് ദാറ്റ് ഫൈനാൻഷ്യലി സെറ്റിൽഡ്, ബട്ട് അവർ ഒരു in educational sector അവർ എക്സൽ ചെയ്യുവാണ്, സോ ദാറ്റ് ദ പേഴ്സൺ മേ ഗെറ്റ് ലോട്ട് ഓഫ് സ്കോളർഷിപ്സ് ആൻഡ് ഓൾ. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ വെരി കണ്ടംപററി, ഐ എം ടോക്കിംഗ് ഇൻ ടേംസ് ഓഫ് വെരി കണ്ടംപററി ഐഡിയാസ്, നോട്ട് അബൌട്ട് ദി വെരി ഏജ് ഓൾഡ് മാർക്സിസം. പക്ഷേ ഇവർ പറയുന്ന ഇതിപ്പോൾ ഏത് സൊസൈറ്റിയും റിലേറ്റ് ചെയ്തിട്ടാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്കത് വി ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് ഇൻ ദ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റ് ഓർ അവർ ഓൺ ഫെമിലിയർ കോണ്ടെക്സ്റ്റ്, ദിസ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൺസ് ഹി ഓർ ഷീ കംപ്ലീറ്റ്സ് ദ പർട്ടിക്കുലർ സെക്ടർ, ആ ഒരു എഡ്യൂക്കേഷണൽ അവിടെ നിന്ന് എക്സൽ ചെയ്യുകയാണെങ്കിൽ ദ പേഴ്സൺ മേ ഗെറ്റ് എ സ്കോളർഷിപ്പ് ആൻഡ് ഹി ഓർ ഷീ ക്യാൻ ഗോ എബ്രോഡ്, ഹാവ് മച്ച് അതർ ബെറ്റർ സ്റ്റഡീസ് ഓഫ് ഫ്രോം ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ അവിടെ ഫൈനാൻഷ്യൽ സെക്ടറിൽ അവരുടെ ഒരു എന്താ പറയുക ഇൻസ്റ്റെബിലിറ്റി, അതിൽ നിന്ന് ഒരു ടൈം ബീയിങ് ഒരു മോചനം ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയാണ് അതുവരെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എന്നാൽ എക്കണോമിക് ബേസിന് കംപ്ലീറ്റ് ആയിട്ട് അത് താഴെയില്ല, അത് ഒരു തരത്തിലും അവരുടെ ഒരു റൂട്ട് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. സോ ദേ ഹാവ് ടു കം ബാക്ക്, ഓർ അറ്റ്ലീസ്റ്റ് ദേ ഹാവ് ടു തിങ്ക് ബാക്ക് ടു ദി റൂട്ട്സ്. അപ്പോൾ അവിടെയാണ് പഠിക്കാൻ എക്കണോമിക് സ്റ്റെബിലിറ്റി ആവശ്യമാണെന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. സോ മറ്റ് പാഠ്യേതര ആവശ്യങ്ങൾക്കായാലും ഈ പറയുന്ന എക്കണോമിക് സ്റ്റെബിലിറ്റി ആവശ്യമാണ്. ബട്ട് വൺസ് ദീസ് പീപ്പിൾ എക്സൽ ഇൻ ദിയർ ഏരിയാസ്, അത് സൂപ്പർ സ്ട്രക്ചറാണ്. ഈ പറയുന്ന ഏരിയാസ് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത് സൂപ്പർ സ്ട്രക്ചർ തന്നെയാണ് മെയിൻ ചെയ്യുന്നത്. So there is a reciprocal interaction between the fundamental economic accessibility. അത് നമ്മൾക്കറിയാം, ഒരു എക്കണോമിക് ആക്സസിബിലിറ്റിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് സൂപ്പർ സ്ട്രക്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിലുണ്ട്. പക്ഷേ ഇപ്പോഴവിടെ റെസിപ്രോക്കൽ ഇൻറ്ററാക്ഷനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതെങ്ങനെ നമ്മൾക്ക് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളിലൂട്ട് ഹൗ സൂപ്പർ സ്ട്രക്ചർ ക്യാൻ ഡിറ്റർമൈൻ ദി ബേസ് എന്ന് പറയാം. അപ്പം വളരെ നല്ല ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു ആഡ് ഉണ്ടായിരുന്നു. അതായത് ഒരു ആൾ I think he gets educated in the area of engineering and he dreams about എന്താ ഒരു some ഫോണോ കണക്ടിവിറ്റി അങ്ങനെ എന്തോ ഒരു പുതിയ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആഡാണ്. പക്ഷേ അയാൾ ആഗ്രഹിക്കുന്നത് അയാളുടെ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഗ്രാമത്തിലെ ആൾക്കാർക്ക് മുഴുവൻ വൈദ്യുതി കൊടുക്കുന്ന, ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ഒക്കെ ആയിട്ട് വളരെ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ആഡ്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സൂപ്പർ സ്ട്രക്ചർ ഹൗ ഇറ്റ് ക്യാൻ ഡിറ്റർമൈൻ ഇറ്റ്സ് ബേസ്. കാരണം വൺസ് മെനി പീപ്പിൾ ഇൻ ദ ഏരിയ, ഒരു മെജോറിറ്റി ആൾക്കാരും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ഒക്കെ ആകുമ്പോൾ അവിടുത്തെ ഇക്കണോമി, അവിടുത്തെ ബേസിന് തിരിച്ചും സഹായിക്കാനും അതിൽ ചേഞ്ചസ് വരുത്താനും വേണ്ടി സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ആർട്ട് ഓഫ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റിക് പീരിയഡ് may reach its point of vitality and vision where it can influence the life of the period down to its very economic foundations. അപ്പോൾ അങ്ങനെയാണ് അത് ഒരു തരത്തിൽ അങ്ങോട്ട് തിരിച്ചും എക്കണോമിക് ഫൗണ്ടേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. സിറ്റുവേഷൻ ഓഫ് ആർട്ട് ഓർ എനി അതർ സൂപ്പർ സ്ട്രക്ചർ ഡിസിപ്ലിൻസ് അതിൻ്റെ വൈറ്റാലിറ്റിയിൽ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ അത് വൈറ്റാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ കുറേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽസ് ആ ഏരിയയിലുണ്ടാകുമ്പോൾ എത്രമാത്രം അതിൻ്റെ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉയർത്താൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കാം. അവരുടെ നാടിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിലൂടെയൊക്കെ ഇത് ഈ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റിയും അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംപ്ലി must cease to flourish with the social system which made it possible by providing the artist with the training and leisure, even though the artist himself may have been working for the destruction of that system. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതാണ്. ഇപ്പം ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദേ ആർ ഓർഗാനിക് ഇൻ്റലക്ച്വൽസ്. ഇതുപോലെ മാർക്സിയൻ ടേംസിൽ വരുന്നതാണ്. ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് എന്ന് പറയുമ്പോൾ ഓൾവേസ് ദ തിങ്കിങ്, ദേ ആർ ഓൾവേസ് ഡെവലപ്പിംഗ്, ദേ ആർ ഓൾവേസ് പ്രിഫറിങ് ഫോർ ചേഞ്ചസ്, റവല്യൂഷൻസ്, ഇങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും അവർ ഒരു കോസ് അങ്ങനെ മൂവ്മെൻറ്റിലേക്കും അല്ലെങ്കിൽ ചേഞ്ചസിന് വേണ്ടിയിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. ഇങ്ങനെയുള്ളതിൽ എന്താ പറയുന്നത് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ അവർ ഫ്ലറിഷ് ചെയ്യും. അവരുടെ തിങ്കിങ്സ് പലതും ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നോംസിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പെട്ടെന്നൊരു വലിയ ചേഞ്ചസോടുകൂടിയുള്ള ഗവൺമെൻറ് അമെൻമെൻറ്റ്സ് ഒക്കെ വരുത്തുമ്പോൾ
പലപ്പോഴും യൂണിവേഴ്സിറ്റീസിനൊക്കെ എതിരെയാണ് അറ്റാക്ക് അവിടെ എന്താണ് തിങ്കിങ് പീപ്പിളാണ്. സോ ദാറ്റ് അത് ഏത് ഡിക്റ്റേറ്റർ ഗവൺമെൻറ്റ്സിനും ഏത് ഡിക്റ്റേറ്റർഷിപ്പിലും ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഇത്തരത്തിലുള്ള സ്റ്റുഡൻസും ഇൻ്റലക്ച്വൽസും ഒക്കെ അവർക്ക് എപ്പോഴും ഭീഷണിയാണ്. സോ ദാറ്റ് ദേ ട്രൈ ടു സപ്രസ്. അത് പാടില്ല എന്നാണ് മാർക്സിസത്തിലെ ബേസിക് ആയിട്ടുള്ള ആദ്യമേയുള്ള കാര്യങ്ങൾ പറയുന്നത്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്പം അവരാഗ്രഹിക്കുന്ന ഒരു സിസ്റ്റത്തിന് ഈ ഇൻ്റലക്ച്വൽസ് എപ്പോഴും ഭീഷണിയാണ്. സ്റ്റിൽ ദ സൊസൈറ്റി ഷുഡ് ബി റെഡി ടു പ്രൊവൈഡ് ആർട്ടിസ്റ്റ് വിത്ത് ലിഷർ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഈ കണ്ട യൂണിവേഴ്സിറ്റീസ് മുഴുവൻ അറ്റാക്ക് ചെയ്യുകയോ അവിടെയുള്ള കുട്ടികളെ അറ്റാക്ക് ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പണിങ്. അപ്പം അതിനെതിരെയാണ് പറയുന്നത്. അവർ പറയുന്നത് ഏത് സൊസൈറ്റീസ്, അന്ന് മാർക്സിസം ഇത് കൊണ്ടുവരുന്ന കാലത്ത് ഡിക്റ്റേറ്റർഷിപ്പാണ്, ഒന്നിനും ആർക്കും ഫ്രീഡം ഇല്ല. ഇന്നും പിന്നീടും പല രൂപങ്ങളിൽ നമ്മളത് കാണുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ക്ലിയർ കട്ട് ഫോംസിലാണ് ഇപ്പോഴിത് എത്ര ഹൗ ഡീപ്പ് അറ്റാക്ക്, how tragic the attacks are against intellectuals and universities. അപ്പം ഈ യൂണിവേഴ്സിറ്റീസ് എന്തുകൊണ്ടാണ് സൂപ്പർ സ്ട്രക്ചറിൻ്റെ പാർട്ടാണ്. അവർക്ക് തിങ്കിങ് പവർ ഉണ്ട്, അത് നാളെ ഭീഷണിയാവും എന്നുള്ളിടത്താണ്. ബട്ട് ഒരു സൊസൈറ്റിയിലെ റൂളിംഗ് സെക്ടറിൻ്റെ ഒബ്ലിഗേഷനായിട്ട് തന്നെ ഇവർ പറയുന്നത് ഒരിക്കലും ഇൻ്റലക്ച്വൽസിനെയും ആർട്ടിസ്റ്റുകളെയും ഈ രീതിയിൽ തഴയാൻ പാടില്ല. അവർക്ക് എപ്പോഴും അത് ആർട്ട് എന്ന രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടണം എന്നാണ്. സോ അതാണ് മാർക്സും എംഗൽസും ഒക്കെ വാദിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് എപ്പോഴും ഇപ്പം നമുക്ക് മാർക്സിസം ഒരു മൂവ്മെൻ്റ് ആയിട്ട് വരുന്നു. അവിടെ ചിലപ്പോൾ ഇൻ്റലക്ച്വൽസ് അതിനെ ഒപ്പോസ് ചെയ്യാം. ബട്ട് യു ആർ നോട്ട് സപ്പോസ്ഡ് ടു ഷട്ട് ദെയർ വേസ്. അവരുടേതായ കഴിവുകളെ ആ രീതിയിൽ അംഗീകരിക്കണം എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാർക്സിയൻ ടേംസ്, മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് മേജർ തിങ്കേഴ്സിൻ്റെ വ്യൂസ് നമ്മൾക്കിവിടെ ക്ലിയറാണ്. ദാറ്റ് ഈസ് art should be valued as it is. Art should be evaluated as it is, not as a weapon. അപ്പോൾ ഈ ആർട്ടിനെ വെപ്പണായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾ സ്റ്റാലിനാണ്. അപ്പോൾ സ്റ്റാലിനിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾക്ക് മറ്റു പല മാർക്സിസ്റ്റ് തിങ്കേഴ്സിനെയും മാർക്സ് മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണും. അപ്പോൾ ഓരോരുത്തരും ഏത് രീതിയിലാണ് ആർട്ടിനെ അപ്രോച്ച് ചെയ്തത് എന്ന് പറയുന്നതിലൂടെയാണ് സ്റ്റാലിൻ്റെ സ്റ്റാൻസിലുള്ള ഏറ്റവും ഒരു വേഴ്സ്റ്റ് ആസ്പെക്ട്സും നമ്മൾ കാണാൻ പോകുന്നത്. സോ അത് ആദ്യം മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും വളരെ ലിബറലായിട്ടുള്ള ആർട്ടിനോടുള്ള അപ്രോച്ചാണ് നമ്മളിവിടെ കണ്ടത്. Okay, so that's all with the paragraph 1 of Marxism and Literature by Edmund Wilson.